കൊറിയൻ ഗ്ലാസ് സ്കിൻ നേടാൻ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരട്ടെ. ഞാൻ ഈ പറയുന്ന പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പിടാതെ വേവിച്ച ചോറ് വേണം, അതൊരു 1/2 കപ്പ് ചോറ് വേണം. പിന്നെ 2-3 മണിക്കൂർ കുതിർന്ന ബദാം വേണം. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ബദാമും നമ്മുടെ ചോറും കൂടി കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് എടുക്കേണ്ടതാണ്. മഷി രീതിയിൽ അരച്ചെടുക്കേണ്ടതാ. ഈ ഒരു തരി രീതിയിൽ അരച്ചെടുത്താൽ മതിയാകും. ബാക്കി വരുന്ന ആ ഒരു ചോറ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് പാക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ അതിൽ നിന്ന് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചോറും ബദാമും അരച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്തതായി ചേർത്തത് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടിയിൽ കൂടുതലും ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവുമാണ് ആട്ടപ്പൊടിയിൽ നിന്ന്. അങ്ങനെ ആട്ടപ്പൊടിയും നമ്മുടെ ആ ഒരു നേരത്തെ അരച്ച ആ ഒരു പേസ്റ്റും കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഹണിയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഹണി 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ ഒരു കുഴഞ്ഞ രീതിയിലായിട്ട് കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ ഫ്രഷ് കഞ്ഞിവെള്ളം ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്തും വെള്ളത്തിന് പകരമായിട്ട് കഞ്ഞിവെള്ളം ചേർത്തിട്ട് നമ്മുടെ ബദാമും ഒരു ചോറും അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കഞ്ഞിവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അധികം അങ്ങ് വെള്ളത്തിൻ്റെ ഒരു പരുവത്തിൽ ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല. നമുക്ക് ഈ ഒരു പാക്ക് ഫുൾ ബോഡിയിലും ഫേസിലും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. നിങ്ങൾ കണ്ടോ കൈകളിൽ എന്തുമാത്രം ടാൻ അടിച്ചിരിപ്പുണ്ടെന്ന്. ആ ഒരു കൈകളിലേക്കാണ് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യണം. 1 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം സ്കിന്നിന് ഫ്രീ ആയിട്ട് വിടണം. എന്തിനാണ് 1 മിനിറ്റ് മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് എന്തായാലും ഇതൊന്ന് തുടയ്ക്കാം. ഉണങ്ങി അങ്ങ് വലിയുന്ന ഒരു പരുവത്തിൽ വരെ വെക്കരുത്, സ്കിൻ ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മൾ കോശങ്ങളിലേക്ക് നിന്ന് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിന് എന്ത് കൊടുക്കും, നമ്മൾ ഉപയോഗിക്കുന്ന പാക്കുകൾ വലിച്ചെടുക്കും. കൂടുതലായി ഡ്രൈ ആയി മാറുവാണെങ്കിൽ ഇതാ തുടച്ചപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ? എന്തുമാത്രം സ്കിന്നിന് ആ ഒരു മാറ്റം കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഉറപ്പായിട്ടും ഉപയോഗിക്കണം. സംഭവം കിടുവാണ്. നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആക്കാൻ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹോം മെയ്ഡ് റെമഡിയിൽ നിന്ന് നമുക്ക് സാധിക്കും. കൊറിയക്കാർ അവരുടെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ്. നിങ്ങൾ കണ്ടു നോക്ക്, 2 കൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.